ഇതിനെതിരെ ആര് നിന്നാലും തീർത്തേക്കണം. അത് പുറത്തുനിന്നാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? മാർക്കോ ആദ്യയാഴ്ച ആകെ നേടിയത് ഞെട്ടിക്കുന്ന തുക. മാർക്കോ വൻ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. വയലൻസിന്റെ അതിപ്രസരമാണ് വാർത്തകളിൽ മാർക്കോയെ ആദ്യം നിറച്ചതെങ്കിലും നിലവിൽ വിജയവും അലങ്കാരമായി മാറുകയാണ്. ഉണ്ണി മുകുന്ദന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറുകയാണ് മാർക്കോ. ആദ്യയാഴ്ച മാർക്കോ ആഗോളതലത്തിൽ 31.30 കോടി രൂപയാണ് നേടിയത്. കേരളത്തിൽ റിലീസിന് മാർക്കോ 4.29 കോടിയാണ് നെറ്റ് നേടിയത്. ഓപ്പണിംഗിൽ 11 കോടിയോളം ആകെ കളക്ഷൻ നേടിയ മാർക്കോ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നതെന്നാണ് മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴുമെന്നതിലാണ് ആകാംക്ഷ. ഉണ്ണി മുകുന്ദന്റെ ആദ്യ 100 കോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സംവിധായകൻ ഹനീഫ് അദേനിയായ മാർക്കോ സിനിമയിൽ തെലുങ്ക് നടി യുക്തി തരേജയാണ്. തിരക്കഥയും ഹനീഫ് അദേനി നിർവഹിക്കുന്ന ചിത്രം. മാർക്കോയുടെ നിർമ്മാണം ഉണ്ണി മുകുന്ദൻ ഫിലിംസും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും ആണ്. ഛായാഗ്രാഹണം ചന്ദ്രു സെൽവരാജാണ്. സംഗീതം നിർവഹിക്കുന്നത് രവി ബർസറയുമാണ്. ചിത്രത്തിൽ മറ്റ് വേഷങ്ങളിലെത്തുന്നത് സിദ്ദിഖ്, ജഗദീഷ്, ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ, യുക്തി തരേജ എന്നിവരുമാണ്. ഹനീഫ് അദേനിയുടെ മിഖായൽ എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയറെ നായകനാക്കിയാണ് മാർക്കോ എത്തിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ വൻ ഹിറ്റായി മാറി കുതിക്കുന്ന ചിത്രത്തിന്റെ PRO വാഴൂർ ജോസും പ്രൊമോഷൻ കൺസൾട്ടന്റ് ബിപിൻ കുമാറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബിനു മണമ്പൂറും ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സ്യമന്തക് പ്രദീപുമാണ്. ബറോസിന് ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബറോസിന് 2 ദിവസം നേടാനായത് ഒട്ടനവധി പ്രത്യേകതകളോടെയായിരുന്നു ബറോസ് എത്തിയത്. സംവിധായകനായി മോഹൻലാലിന്റെ പേര് ആദ്യ സ്ക്രീനിൽ തെളിയുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രത്യേകത. 3Dയിലുമാണ് ബറോസ് പ്രദർശനത്തിന് എത്തിയത്. മലയാളത്തിൽ ബറോസ് ആകെ 4.62 കോടി രൂപയാണ് നെറ്റായി നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. റിലീസിന് കേരളത്തിൽ നെറ്റ് 3.35 കോടി രൂപയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ഇന്നലെയാകട്ടെ മോഹൻലാലിന്റെ ബറോസിന് 1.27 കോടി രൂപയെ നേടാനായുള്ളൂ എന്നും വ്യക്തമാക്കുകയാണ് സിനിമാ ട്രേഡ് അനലിസ്റ്റുകൾ. ഒരു മുത്തശ്ശി കഥ പോലെയാണ് ചിത്രത്തിന്റെ ആഖ്യാനം. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും മികവ് പുലർത്തിയിരിക്കുന്ന ചിത്രമായിരിക്കുന്നു ബറോസ്. ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് എന്നതും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ മാത്രം അഡ്വാൻസായി 1 കോടി രൂപയിലധികം നേടിയിരുന്നു ബറോസ്. ആരൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റം എന്നത് വരും ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് വ്യക്തമാകുക. എന്തായാലും മോഹൻലാലിന്റെ ബറോസ് മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലാകും. മോഹൻലാൽ പാടുന്നുവെന്നതും ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് എന്നാണ് അഭിപ്രായങ്ങൾ. മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേത് എന്നാണ് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായവും. സംവിധായകൻ മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയുടെ ഛായാഗ്രാഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം 3Dയിൽ എത്തുമ്പോൾ ആകെ ബജറ്റ് 100 കോടിയാണ് എന്നും റിപ്പോർട്ടുണ്ട്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ്. മാർക്ക് ഇല്യനും ലിഡിയൻ നാദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രം കുട്ടികൾക്കും ഇഷ്ടമാകുന്നതായിരിക്കും. മലയാളി ഇതുവരെ കാണാത്ത മോഹൻലാൽ വിസ്മയം. ബറോസ്. വിസ്മയം എന്ന വാക്കിന് തൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മോഹൻലാൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മകളുടെ പേര് മുതൽ ഇങ്ങോട്ട് പലപ്പോഴും വിസ്മയം മോഹൻലാലുമായി ചേർന്നിരുന്നു. ഒരുപാട് സിനിമകളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച അദ്ദേഹം തൻ്റെ ആദ്യ സംവിധാന സംരംഭത്തിലും അതുപോലൊരു വിസ്മയമാണ് ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ഉയർന്ന ദൃശ്യവിസ്മയമാണ് ബറോസ്. VFXന്റെയും 3D ദൃശ്യമികവിന്റെയും അത്ഭുത ലോകം നൂറ്റാണ്ടുകളായി വിശ്വസ്തയോടെ നിധി കാക്കുന്ന ഭൂതം. ബറോസ് അനന്തരാവകാശിക്ക് ആ നിധി കൈമാറാൻ അക്ഷമനായി കാത്തിരിക്കുകയാണ്. വഴികാട്ടാൻ ആഫ്രിക്കൻ മാന്ത്രിക വിദ്യയുടെ പ്രതീകമായ വുഡു എന്ന പാവയും ഒപ്പം ഭാവി രേഖപ്പെടുത്തിയിരിക്കുന്ന മാന്ത്രിക പുസ്തകവും. ബറോസിനെ നിധി കാവലേൽപ്പിച്ച ഡിഗാമയുടെ 13ാം തലമുറയിലെ ഇസബെല്ല എന്ന കുട്ടി നിധിയിലേക്ക് തിരികെ എത്തുമ്പോൾ കാത്തിരിക്കുന്ന ഒരുപാട് പ്രതിബന്ധങ്ങളും തക്കം നോക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളും
പലപ്പോഴും ഈ പ്രവചനങ്ങളെ തെറ്റിക്കുന്നുണ്ട്. ഇതൊക്കെ മറികടന്ന് ബറോസിന് ഇസബെല്ലയ്ക്ക് ആ താക്കോൽ കൈമാറാൻ ആകുമോ? മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധാനം ചെയ്ത ജിജോ പുന്യസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയത്. വിമോചനത്തിനായി നിധിയുടെ താക്കോൽ കൈമാറാൻ കാത്തിരിക്കുന്ന ബറോസിനെ വഴികാട്ടിയും ചിലപ്പോഴൊക്കെ കളിയാക്കിയും കൂടെ നിൽക്കുന്ന വൂഡുപ്പാവയും ഇതാ മോചനത്തിനെത്തിയിരിക്കുന്നു എന്ന് തോന്നിപ്പിച്ചു ഒളിച്ചു കളിക്കുന്ന ഇസബല്ലയും ഇരുവരും ലക്ഷ്യത്തിലെത്താതിരിക്കാനുള്ള മാർഗം നോക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളുമൊക്കെയും ഒരു മുത്തശ്ശി കഥ പോലെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് സന്തോഷ് ശിവൻ. 3D ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ മോഹൻലാൽ സൃഷ്ടിച്ചെടുത്ത അമ്പരപ്പിക്കുന്ന കാഴ്ചാനുഭവം അതേ അളവിൽ പ്രേക്ഷകനും അനുഭവപ്പെടും. മൈ ഡിയർ കുട്ടിച്ചാത്തനിലും മറ്റും പരീക്ഷിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക് ഈ ചിത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് മോഹൻലാൽ ബറോസ് എന്ന ഭൂതത്തെയും ഒപ്പം അയാളുടെ 3 പതിറ്റാണ്ട് മുൻപുള്ള ജീവിതത്തെയും അവതരിപ്പിച്ചിരിക്കുന്നത്. 3D ദൃശ്യങ്ങളുടെ മികവ് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഒപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നിറപ്പകിട്ടാർന്ന VFX ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗാമ തമ്പുരാന്റെ കാലഘട്ടവും നിലവിലെ ഗോവയും മറഞ്ഞുകിടക്കുന്ന ബറോസിന്റെ നിലവറയുമൊക്കെ സന്തോഷ് രാമൻ അതിഗംഭീരമായി ഒരുക്കിയിരിക്കുന്നു. ഹോളിവുഡ് സിനിമകളിലെ വിഷ്വൽ എഫക്റ്റുകൾ കണ്ടു ശീലിച്ചവർക്കും ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന ചില രംഗങ്ങളും ബറോസിലുണ്ട്. വിസ്മയം. മോഹൻലാൽ എന്ന അതുല്യ നടന്റെ ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള ആവർത്തിക്കുന്ന വാക്ക്. ഇത്തരത്തിലുള്ള വിസ്മയ കാഴ്ചകൾ പകർന്നു തരുന്നതിനൊപ്പം സിനിമയുടെ അവസാനം ഒരു ചെറിയ അമ്പരപ്പും ഒരുക്കിയിട്ടുണ്ട്. കയ്യടിയോടെയാണ് തിയേറ്ററിൽ ആ വരവ് ആളുകൾ സ്വീകരിച്ചത്. 1980 ഡിസംബർ 25 വില്ലനായെത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ മോഹൻലാൽ സംവിധാന കുപ്പായമണിഞ്ഞെത്തി മറ്റൊരു ഡിസംബർ 25 കുട്ടികളുടെ ഉൾപ്പെടെ ഹൃദയം കീഴടക്കുന്നു. പശ്ചാത്തല സംഗീതം മാർക്ക് ഇലിയനാണ്. ലിഡിയൻ നാദസ്വരത്തിന്റെ അതിലളിതവും ഹൃദ്യവുമായ ഗാനങ്ങളാണ് മറ്റൊരു ആകർഷണം.